ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹൈറാസ് കൾച്ചർ. ഇന്ന് ഞങ്ങൾക്ക് രാവിലെ തന്നെ പമ്പേഴ്സ് ഡിസ്പോസ് ചെയ്യാനുണ്ടായിരുന്നു. അത് ഡിസ്പോസ് ചെയ്യുമ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ പിൻ ചെയ്യാം ഫോട്ടോ. പിന്നെ ഇതാണ്ട് ഈ പമ്പേഴ്സൊക്കെ ഡിസ്പോസ് ചെയ്ത്, അതായത് ജെല്ല് സെപ്പറേറ്റ് ചെയ്ത പമ്പേഴ്സാണ്. ജെല്ല് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇത് കല്ലുപ്പിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് വെജിറ്റബിൾസിന് തന്നെ ഒഴിച്ചു കൊടുക്കും. ഇത് കുറച്ചൊക്കെ നനവുണ്ട്, അത് കുറച്ചൊക്കെ കത്തും. പിന്നെ നാളെ ഇനി അടുത്ത വേസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് കത്തിക്കോളും. പിന്നെ അതിൻ്റെ കൂടെ നന്നായിട്ട് ഇപ്പം ഭയങ്കര ചൂടല്ലേ, അപ്പം നന്നായിട്ട് കുറച്ച് വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഉണക്ക ഇലകളൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് കിടന്ന് നല്ലതായിട്ട് കത്തും. ഈ കൂട്ടത്തിന് ഷാളൊന്ന് കത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് വിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ അപ്പം ഇന്ന് ഭയങ്കര ചൂടുമാണ്, റമദാനാണ്, നോമ്പാണ്. പിന്നെ അതാണ്ട് ചോറിന് അരി വെള്ളത്തിൽ അടുപ്പിലിട്ടിട്ടുണ്ട്, അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, എടുക്കാറായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് മണ്ണിൻ്റെ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. ഇത് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് മണ്ണാണ് കേട്ടോ, എന്തെങ്കിലുമൊക്കെ നടാനായിട്ട് അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടി. അപ്പം ഈ മണ്ണും ഇനി ഞാൻ കുറച്ച് മുട്ടത്തോട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ ആയിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറിൽ ഞാൻ ഓരോ വിത്ത് എടുത്ത് വെച്ചിട്ടാണ് ഇത് നടുന്നത് വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സാധാരണ ടിഷ്യൂ പേപ്പറിൽ സെപ്പറേറ്റ് വിത്ത് അടിച്ചിട്ട് മുളപ്പിച്ചിട്ടാണ് മണ്ണിലേക്ക് കൊണ്ടുവെക്കുന്നത്. ഇപ്പം ഞാൻ ടിഷ്യൂ പേപ്പറോടുകൂടി കൊച്ച് പുഡിങ് ട്രെയിനകത്താക്കിയിട്ട് ഉള്ളിൽ വെച്ചിട്ട് നനയ്ക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ കീറുമല്ലോ, അപ്പോഴത്തേക്ക് മുള വന്നോളും. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഇത് മുളകാണ്, ഇത് നമ്മുടെ മാവാണ്. ഇതെല്ലാം ഞാൻ വിത്ത് പാകുന്നതാണ്. പിന്നെ ഇത് ചുറ്റുപയർ, ചതുരപ്പയർ എന്ന് പറയും. ഇത് സാദാ പയർ, ഇത് ഉണ്ടമുളക് മണമുള്ളത്. ഇത് നമ്മുടെ പാവയ്ക്കയാണ്. അത് തനിയെ കിളിച്ച് വന്നതാണ് കേട്ടോ. ഇത് ടൊമാറ്റോ ആണ്. അതുകൊണ്ട് ഇവിടെ ഒരെണ്ണം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു തൈ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ട്. പിന്നെ വഴുതന ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ ഇത് വേണ്ട വെണ്ടയാണ്, വെറൈറ്റി 2-3 വെണ്ടയുണ്ട്. നന്നായിട്ട് കിളിക്കുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു. 1-2 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഉണ്ടമുളകാണ്, മണമുള്ളതാണ്. പിന്നെ അതാണ്ട് ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്, മണമുള്ള ഉണ്ടമുളക് തന്നെയാണ്. ഇതൊക്കെ ഞാൻ പാകിയത് തന്നെയാണ്. ഇത് വഴുതനയാണ്. പിന്നെ ചീര ഒരു വട്ടം ഹാർവെസ്റ്റ് കഴിഞ്ഞതാണ്. വീണ്ടും ചീരയുണ്ട്. ഇത് കുപ്പി ഒരു കാര്യം ചെയ്യാനാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഷാള് കത്തിപ്പിടിച്ചത്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.